ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ട്രോമ കോൾ ഹീറോസ് ആൻഡ് കോൾ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് കാണുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡ് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണും നമ്മുടെ ഹീറോയും ഗാങ്ങിനെ കൊണ്ട് ചാടുന്നതായിരിക്കും. അപ്പോൾ പൈലറ്റാണെങ്കിലും ഇവനൊരു ഡോക്ടറാണോ എന്ന് സംശയം പറയുന്നുണ്ട്. അങ്ങനെ അവർ നല്ല സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കിടക്കുന്നത് അപ്പുറത്തായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ കൂടെ ചാടി അപ്പുറത്തോട്ട് വരുന്നുണ്ട്. അത് കാണും നമ്മുടെ ഗാങ്ങിനും ഭയങ്കര ടെൻഷനാവും. എന്നാലും അവൻ പേടിച്ചിട്ട് അതിലെ കൂടെ ചാടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ നോക്കിയിട്ട് പറയും, അയ്യോ അവന് ഭയങ്കര സീരിയസ് ആണല്ലോ. ചെസ്റ്റിലാണെങ്കിൽ എയർ കയറി നിൽപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സിറിഞ്ച് എടുത്ത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് എയർ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സമയമാണെങ്കിലും നമ്മുടെ പേഷ്യൻറ്റിന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും നോക്കിയിട്ട് ഇവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റുള്ളൂ, ഗ്യാങ് നീയും കൂടെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ അവർ സ്ട്രെച്ചറിലാണെങ്കിൽ ഹെലികോപ്റ്ററിലോട്ട് കയറ്റുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഹെലികോപ്റ്ററിലോട്ട് കയറാൻ പോകും. അങ്ങനെ അവർ മുകളിലെത്തി. എന്നിട്ട് നമ്മൾ സർജറി ചെയ്യണം, ആര് ചെയ്യണം, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ഗ്യാങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നീ പെട്ടെന്ന് ഷേവ് ചെയ്യുന്ന പറയും. നമ്മളെ ഗ്യാങ് ആണെങ്കിൽ അവൻ്റെ തല ഷേവ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കള്ള് തുറന്നു വേണം സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മളെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ പറയും, ഞാനൊരു മോശപ്പെട്ട അവസ്ഥയിൽ ഞാനൊരു ഡ്രില്ലർ യൂസ് ചെയ്താണ് നമ്മുടെ ഒരു രോഗിയെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അഫ്ഗാനിസ്ഥാനിലെ ഹീറോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻറ്റിന് ബ്രെയിനിൽ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡ്രില്ലർ സ്റ്റെറിലൈസ് ചെയ്ത് അത് വെച്ചിട്ടായിരുന്നു അത് സ്കൾ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര ടെൻഷനാവും. അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യും, ഇവിടെ അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടെ തപ്പുമ്പം അവിടെ ഡ്രില്ലറൊന്നും കിട്ടില്ല, ഒരു ചുറ്റിയൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്യാങ് പേടിക്കും. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരു പേടിയോ സംശയമോ ഒന്നും ഇല്ലാണ്ട് ആ ചുറ്റിയൽ വെച്ചിട്ട് തന്നെ ആ സ്കള്ളിനെ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ കിമ്മിനെ കാണിക്കുമ്പം അവനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ആ സമയം എല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭൂമിയിലേക്കാണോ എന്ന് പേടിക്കും. അപ്പോഴാണ് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ് ആയിരിക്കും. നമ്മൾ സ്ട്രെച്ചറിൽ നേഴ്സുമാർ ഓടി വരുന്നുണ്ട്. ആ ഒരു പേഷ്യൻറ്റിനെ സ്ട്രെച്ചറിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് പോകണം എന്ന് അനസ്തേഷ്യ ഡോക്ടറെ വിളിക്കുമ്പോൾ അനസ്തേഷ്യ ഡോക്ടർ ആണെങ്കിൽ ഫോൺ എടുക്കത്തുണ്ടാവില്ല. അവന് 10 മിനിറ്റേ കാണത്തുള്ളൂ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരും. ശരി, ആ മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ വിളിക്കാൻ പറയും. അപ്പം മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ എപ്പോഴും വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അവൻ ഡോക്ടർ ആണെങ്കിലും, നീ എന്തായാലും വിളിച്ചു നോക്ക്, വേറെ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ വിളിക്കും. ഒരു എമർജൻസി ഉണ്ട്, ആ പേഷ്യൻറ്റിന് അനസ്തേഷ്യ കൊടുക്കണം, വരാൻ വേണ്ടി പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ആ സമയം നമ്മുടെ അയാളാണെങ്കിലും വേറെ ആരും ഇല്ലേന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഹീറോ ഫോൺ വാങ്ങിക്കും. എന്നിട്ട് പറയും, ശരി ഓക്കെ, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം വന്നാൽ മതി നേഴ്സ് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു ബുക്ക് അടച്ചു വയ്ക്കും. അതിൽ നോക്കുമ്പോൾ ട്രോമ പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള ബുക്കായിരിക്കും അത്. എന്ന് വെച്ചാൽ അവന് അതിൽ ഇഷ്ടമുണ്ടെന്നല്ലേ. അവിടെ നമ്മുടെ കിമ്മിൻ്റെ അടുത്തോട്ട് പാക്ക് ഓടി വന്നിട്ട് പറയും, നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ഹീറോ ഹെലികോപ്റ്ററും കൊണ്ടാണ് പോയത്. നമ്മളുടെ ഈ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് ഹെലികോപ്റ്ററും കൊണ്ടവൻ പോയി, എത്ര ധൈര്യം ഇരുന്ന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ കിമ്മാണെങ്കിലും പറയും, അത് മാത്രമല്ല, അവൻ നമ്മുടെ ഗ്യാങ്ങിനെയും കൂടെ കൊണ്ടുപോയി, ഇപ്പോൾ ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുമോ, ഗ്യാങ്ങോ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ പാക്കിനാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. ഗ്യാങ്ങോ, അവന് എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, അവൻ ഫസ്റ്റ് വന്നപ്പോൾ നമ്മുടെ കിമ്മാണെങ്കിൽ അവൻ്റെ സ്റ്റുഡൻ്റ് ആക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ് കൊണ്ടുവരുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റിന് ഞാൻ എന്ത് വന്നാലും കൊടുക്കത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ദേഷ്യം വരും നമ്മുടെ കിമ്മാണെങ്കിലും നമ്മുടെ ചീഫിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, ഇവൻ നമ്മുടെ പൈസയെല്ലാം ഇപ്പം തന്നെ ചിലവാക്കും, അവൻ സ്വന്തമായിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ചീഫും പറയും, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അവനെ നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്റർ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതാണ്, അതും വേറൊരു ഹോസ്പിറ്റലിൻ്റെ റെക്കമെൻഡേഷൻ അല്ലെന്ന്. അപ്പോൾ നമ്മുടെ പാക്കുവാൻ അതൊന്നും ശരിയാവത്തില്ല, എത്രയും പെട്ടെന്ന് അവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചീഫ് പറയും, നിങ്ങൾക്കറിയാമോ അവനെ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ആദ്യം നോക്കിയെന്ന്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ഹീറോ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവനെ നമ്മളൊരു ഹോട്ടലിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ഞാൻ ജോയിൻ ചെയ്യാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ചീഫ് പറയും, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിയണ്ടേന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും, ഈ ഇട്ടിരിക്കുന്ന കോട്ട്, എൻ്റെ ഷൂസ്, എൻ്റെ ഈ വാച്ച്, ഇതെല്ലാം എൻ്റെ കാശിന് തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ ഈ ഡോക്ടർ ജോലി എന്ന് പറയുന്നത് ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, അതുകൊണ്ട് എനിക്ക് പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന്. അപ്പോൾ ചീഫാണെങ്കിലും പറയും, ഒരു ലോക്കൽ കോളേജിൽ പഠിച്ചവന് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതമില്ല, അവൻ എന്തായാലും ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് പുറത്താക്കിയേ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ 2 മണിക്കൂർ തന്നെ നമ്മുടെ സർജറി നന്നായിട്ട് നടത്തുന്നുണ്ട്. അത് കാണാൻ നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവും. എന്നിട്ട് അവർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്യാങ് ഹീറോയെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, എൻ്റെ ടാലൻറ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേന്ന് പറയാം. അങ്ങനെയില്ല, സാരമില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ, നീ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താവാൻ അതിൻ്റെ പ്ലാൻ നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ പറയും, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും, അത്ര തന്നെയെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അങ്ങനെ പ്ലാനൊന്നും ഇല്ലെങ്കിൽ നിനക്ക് നമ്മുടെ ട്രോമ കോഡിൽ ചേർന്നുകൂടിയത്.
ഇത് കേട്ട് നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഞെട്ടി അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. നീ എന്തിനാ ഇത്രയും വലിയ റിയാക്ഷൻ കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഗ്യാങ് പറയും അതൊന്നുമില്ല, ഇത് ശരിയാവത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നിനക്ക് എന്തുകൊണ്ട് ട്രോമക്കോൾ ഇഷ്ടമില്ല എന്നുള്ളത് നീ പെട്ടെന്ന് പറഞ്ഞില്ലേ, 3 സെക്കൻഡിൽ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ സമ്മതമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിലും പറയും, അത് പിന്നെ അത് എൻ്റെ മെൻറ്ററിന് താല്പര്യമില്ല, മെൻറ്ററിൻ്റെ ഈ രീതിക്കാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. മെൻറ്ററിൻ്റെ വാക്കൊക്കെ നീ എന്തിനാ കേൾക്കുന്നത്? നിന്റെ ജീവിതമല്ലേ ഇത്, നിന്റെ ഡോക്ടർ ജോലിക്ക് അയാൾ എന്താ കൂടെ വരും, നിനക്ക് പല സർജറി ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിലും ഹീറോ പറയുന്നത് ശരിയാണെന്ന് തോന്നും. എന്നിട്ട് ഹീറോ പറയും, നീ എൻ്റെ കൂടെ വാ, ട്രോമക്കോളിൽ ചേരും, നിനക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ തരാം, എന്നെപ്പോലെ നല്ലൊരു ഡോക്ടറാക്കാന്ന് പറയും. ഇവരെല്ലാം പറയുന്നത് ശരിയായതുകൊണ്ട് നമ്മുടെ ഗ്യാങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കും. മരമണ്ട് ഹീറോ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പറയും, ഈ മെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിരിക്കും, ശരി നിന്റെ മെൻറ്ററിൻ്റെ അടുത്ത് ഞാൻ തന്നെ സംസാരിക്കാമെന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ കിമ്മിനെ കാണിക്കുമ്പോൾ കിമ്മിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹീറോയുടെ സാധനങ്ങളൊക്കെ ഇരിക്കും. ഇവൻ്റെ സാധനങ്ങളൊക്കെ എന്താ ഇവിടെ വന്നതേ ഉള്ളൂ, എന്നെ ഇട്ട് കഷ്ടപ്പെടുന്നൊരു പരിധിയില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ അതാ നമ്മുടെ ഹീറോ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി ശരി സാർ വന്നിരിക്കണം എന്ന് പറയും. ഇത് എൻ്റെ റൂമാണ്, എൻ്റെ റൂമിൽ വന്നിരിക്കാൻ വേണ്ടി നീ പറയണ്ട എന്ന് ഞാൻ പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ശരി എങ്കിൽ പിന്നെ സാർ നിന്നോ എന്ന് പറയും. അപ്പം അവനാണ് ഇവൻ എന്ത് മനസ്സിലാകാത്ത മണ്ടൻ എന്ന് പറഞ്ഞിട്ട് കിമ്മാണെങ്കിലും പോയി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ഒരു ചീഫ് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ പെർമിഷൻ ഞാൻ റൂമിൽ വേണ്ടത് ശരിയാണോ? നമ്മുടെ ഹീറോ പറയും, ആന്നും കുഴപ്പമില്ല, ഒരു അർജന്റ് കാര്യമായിപ്പോയി, അതുകൊണ്ടാണ് വന്നത്. അപ്പം നിന്റെ അർജന്റ് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത്, നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ഇല്ലേ ഗ്യാങ്, അവനെ ഞാൻ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കിമ്മിനാണെങ്കിൽ ചിരി വരുന്നത്, നിങ്ങൾ എടുക്കാനോ, അത് എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, അതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ഇല്ല, അവനല്ലേ തീരുമാനിക്കേണ്ടത്, അവൻ്റെ ജീവിതമല്ലേ, അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ആകുന്നതിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല, അവൻ എന്നെ വിട്ടുപോകാനുള്ള മനസ്സുണ്ടാവത്തില്ല. നമ്മുടെ കിമ്മും പറഞ്ഞു, ശരി ഓക്കെ, അവൻ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ, ഞങ്ങളെ വിട്ടിട്ട് വരുമ്പം നിങ്ങൾക്ക് നാണക്കേടാവും എന്നുള്ള ചിന്തയല്ലേ നമ്മുടെ ഹീറോ പറയുമ്പോൾ അല്ല എന്തായാലും എന്നെ വിട്ടു പോകത്തില്ല എന്ന്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമുക്ക് 3 പേരായിട്ട് തീരുമാനം എടുക്കാമെന്ന് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും നീ എന്ത് ചെയ്യാമെന്നാണ് പ്ലാൻ ഇടുന്നതെന്ന് ചോദിക്കാം. നമ്മുടെ കിമ്മാണെങ്കിലും പറയുന്നുണ്ട്, എന്താ ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ സമ്മതിക്കില്ലായിരുന്നു, പക്ഷെ ഇന്ന് എന്തോ സമ്മതിക്കാൻ തോന്നുന്നു എന്ന് ചോദിക്കും. അപ്പം ഇതിന് എന്താ ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റും പറയും, ശരി ഓക്കെ, നീ എല്ലാ ദിവസവും നടക്കുന്നത് നിന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ഇനി അതായിരിക്കും നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാൻ പറയും. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ആ ഒരു സംഭവങ്ങൾ ട്രോമകൾ കൊണ്ടുവരുമ്പോൾ ഉള്ള ആ ഒരു സംഭവമൊക്കെ ഓർക്കും. എന്നിട്ട് പറയും, ഒപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ആ മെഡിക്കൽ സ്റ്റുഡൻറ്റും പറയും, അതെ, അതായത് ഡോക്ടർ ജോലിനെ ആ ഒരു ഇതിൽ കാണുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ ഹീറോയെ പോലെ ആകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ശരിയാ, എനിക്കിത് പറ്റത്തില്ല, ഹീറോയെ പോലെ ഡെഡിക്കേഷൻ എനിക്കില്ല. അപ്പം നീ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തി, നീ എൻ്റെ ഫ്രണ്ടാണ്, അവന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇല്ല, എനിക്ക് ട്രോമ കാർഡിൽ ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വായിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ദേഷ്യം വരും. എന്നിട്ട് നമ്മുടെ ആ ഒരു നേഴ്സിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേഴ്സിനോട് പറയും, എൻ്റെ ഈ ഡ്രാമ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഗ്യാങ്ങിനെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അവൻ സമ്മതിക്കുന്നില്ല എന്നറിയാം, എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ നേഴ്സ് പറയും, അവനോട് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞാൽ മതി, അവൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡാണ്, അവനോട് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓക്കെ സമ്മതിക്കുമെന്ന്. പക്ഷേ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് പറയാൻ അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നേഴ്സാണെങ്കിലും പറയും, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും പെട്ടെന്ന് ചെയ്യണം, കാരണം കിം അവൻ്റെ പ്ലാൻസ് തുടങ്ങി കഴിഞ്ഞു എന്ന് പറയും. നമ്മൾ കാണുമ്പോൾ കിമ്മാണെങ്കിലും ഗ്യാങ്ങിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഒരു കോഫി കപ്പ് കാണിച്ചിട്ട്, ഇതെൻ്റെ മെൻറ്റർ എനിക്ക് തന്നതാണ്, എൻ്റെ സ്റ്റുഡൻറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞത്, ഇത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയും. അവിടേക്ക് നമ്മുടെ ഹീറോ ഓടി വരും. എന്നിട്ട് ഇത് ചീറ്റിംഗ് ആണിത്, കാരണം 4 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3:20 വന്ന് സംസാരിച്ച് തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ പറഞ്ഞ്, എന്തായാലും തീരുമാനമല്ലേ, നമുക്കിപ്പോൾ തീരുമാനിക്കാമെന്ന് പറയും നമ്മളെ ഗ്യാങ്. അപ്പോൾ ശരി ഓക്കെ പറ, ഞാൻ എന്നിട്ട് നമ്മുടെ ഗ്യാങ്ങിൻ്റെ അടുത്ത് പറയും, നീ ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കിം പറയും, നിന്നെ ഞാൻ നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ആക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നിന്നെ ഞാൻ ഒരു നല്ല ട്രോമ സ്പെഷ്യലിസ്റ്റ് ആക്കാം, ഏതൊരു സിറ്റുവേഷൻ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാക്കാന്ന് പറയും. ഈ രണ്ട് സൈഡിൽ നിന്ന് പറയായിരിക്കും. അപ്പോൾ അവനാണെങ്കിലും നമ്മുടെ ഹീറോയുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കായിരിക്കും. അപ്പോൾ ആ ദേഷ്യമായി നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിലിരിക്കുന്ന കോഫീനെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് എറിയുന്നുണ്ട്. എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി ഓക്കെ, നിങ്ങൾ ട്രോമ ഗ്രൂപ്പിൽ ചേരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റീസൺ പറയാമെന്ന് പറയും നമ്മുടെ ഹീറോ. അപ്പോൾ നമ്മുടെ ഗ്യാങ് പറയും, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല എന്ന് ഇങ്ങനെ തട്ടി അവൻ പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി, നിനക്ക് അപ്പോൾ ഏതാ ചേരാൻ താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇനി എന്തായാലും വേണ്ട, ഇനി നീ ഈ ട്രോമ ഗ്രൂപ്പിന് വേണ്ട, കാരണം കോൺഫിഡൻസ് ഇല്ലാത്തവർ നമ്മുടെ ട്രോമ പേഷ്യൻസിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പോകും. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഹീറോയുടെ പിറകെ നിന്ന് ഓടുന്നുണ്ട്. ആണെങ്കിലും പേടിച്ചോടി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ സേവ് ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയുടെ അടുത്ത് ആ ഒരു ഗ്യാങ് ചോദിക്കും, ഹീറോ പറയും, ഇത് ഞാൻ ഒരു സർജറി ചെയ്തൊരു കുഞ്ഞാണ്, ഈ കുഞ്ഞിന് ബ്രെയിൻ ഡാമേജ് ആയിരുന്നു. എന്നിട്ട് ആ കുഞ്ഞിപ്പോൾ ഉണ്ടോ എന്ന് നമ്മളുടെ ഗ്യാങ് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അവളുടെ ഇപ്പോൾ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് അറിയാമോ, ഡോക്ടർ ആവാനാണെന്ന് പറയും. അപ്പോഴേ നമ്മുടെ ഗ്യാങ് കരയുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് അപ്പോൾ ഒരു കാര്യം ഓർമ്മ വരും, ശരി നിനക്ക് എന്താ തീരുമാനിച്ചത്? അപ്പം നമ്മുടെ കിമ്മാണെങ്കിൽ ആ കപ്പ് കൊണ്ടുവന്ന് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് വരും. അപ്പം നമ്മുടെ ഗ്യാങ് പറയും, ഇല്ല സാർ, ഈ കപ്പ് നിങ്ങൾ വേറെ ആർക്കെങ്കിലും
എന്തെങ്കിലും കൊടുത്തോ, ഞാൻ ട്രോമ കെയറിൽ ചേരാൻ വേണ്ടി തീരുമാനമായെന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കിം ആണെങ്കിലും അവൻ്റെ പിറകിൽ നിന്ന് കമ്പൽ ചെയ്ത് പോകാൻ നിൽക്കും നമ്മുടെ ഹീറോയിനെ പിടിച്ചെടുത്തും, നീ എന്തായി കാണിക്കുന്നതെന്ന്. അപ്പോഴേക്കും അവൻ പറയും, കണ്ടോ ഈ കപ്പ് നിങ്ങൾ പൊട്ടിച്ചു എന്ന് പറയും. അവനോട് ഹീറോ പറയും, അയ്യേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു എന്നിട്ട് തലയിലിട്ടിട്ട് പോകും. അതാണെങ്കിലും താഴെ വീണ് പൊട്ടുന്നുണ്ട്. നമ്മുടെ കിമ്മിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ കിം ആണെങ്കിൽ എല്ലാ ചീഫ് ഡോക്ടേഴ്സിനും ഒരു മെയിൽ അയക്കുന്നുണ്ട്. എന്താ കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. അത് നമ്മുടെ ഗ്യാങ്ങും കാണുന്നുണ്ട്. എന്താ ആ ഷോക്കിംഗ് മെസ്സേജ് എന്ന് അറിയണ്ടേ. ഇനി മുതൽ എല്ലാ ദിവസവും ട്രോമ യൂണിറ്റിൽ നമ്മുടെ ഗ്യാങ് ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഞാൻ എങ്ങനെ നോക്കും, എന്നെ കൊണ്ടെങ്കിലും പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചാൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയെ കോൾ ചെയ്യും. ഹീറോ ആണെങ്കിൽ അവൻ്റെ ശബ്ദം കേട്ടിട്ട് നിൻ്റെ ആരെങ്കിലും മരിച്ചു പോയി എന്ന് ചോദിക്കും. ഓ മരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ആ കിം തന്ന പണിയുണ്ടോ, ഞാൻ എങ്ങനെ എല്ലാവരും നോക്കും ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ തന്നെ ഡയറക്റ്റ് അവൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല, ഞാനും കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവനാണെങ്കിൽ തന്നെ പറയുന്നുണ്ട്, ഓ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്തിനാ പാവ രോഗികളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കിമ്മനാണെങ്കിൽ ഭയങ്കര ചിരി വരുന്നുണ്ട്. അതിനുശേഷം അവൻ ചോദിക്കും, ഇത്രയും ആൾക്കാരുടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ നിന്നെ കാണുമ്പോഴെല്ലാം നീ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിനക്ക് എല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ചൂസ് ചെയ്തതെന്ന്. അപ്പം നമ്മുടെ ഗ്യാങ്ങും പറയുന്നുണ്ട്, ശരി ഹീറോ, നിങ്ങൾ എന്തായാലും എന്നെ ചൂസ് ചെയ്ത് കൊടുത്ത് വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല എന്ന് പറയും. ഇവിടെ നമ്മുടെ കിമ്മാണെങ്കിലും അവൻ്റെ കപ്പ് വെച്ചിട്ട് ഇത് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ട്രോമ യൂണിറ്റിൻ്റെ പേര് മാറ്റി ട്രോമ സെൻറ്റർ എന്നാവുന്നുണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡിൽ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ്. അടുത്തിനി എന്തൊക്കെ നടക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.